രതീഷേ മുടിയെല്ലാം അങ്ങ് നരച്ച് കേട്ടാടാ. ശരിയാണേ. ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടു കേട്ടാ, ചാണകം ചുട്ട് തേച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ കറക്കുമെന്നുള്ളു. തന്നെടാ ഞാനും കണ്ടു വീഡിയോ. ചപ്പാത്തി ചാണകത്തിൽ മുക്കി തിന്നണം ഒരു വീഡിയോ. അവർ ചാണകം തിന്നണുണ്ട്. എന്തായാലും ഇത് ചുട്ട് തേച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നിന്റെ താടിയൊക്കെ ക്ലിയർ ആവും. തന്നെ നല്ല കറുത്ത് സുന്ദരക്കൊട്ടപ്പാവും. സ്മെല്ലടിക്കുവാടാ. സ്മെല്ല് വരാനേ ഇത് മറ്റേ സാധനം അല്ലേ, ഇത് ചാണകം. പറയുമ്പോൾ ഇത് പശുവിന്റെ ചാണകമില്ലേ? ഞാനും ശരിയാണ് മനസ്സിൽ വിചാരിച്ചു കേട്ടാടാ. എന്താ ഒരു വിഷമം ഒരു മുഖത്ത്? ഇവ എന്താ പറഞ്ഞ അണ്ണാനെ പോലെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അളിയാ, നിങ്ങൾക്ക് എന്റെ വക ഒരു ചെലവ്. ജോലി കിട്ടിയിട്ട് ചെലവില്ല. അവൻ ഇപ്പൊ ചെലവില്ലാന്ന്. അതെന്താ ചുമ്മാ അല്ലടേ മഴ മാറിയിരിക്കുന്നത്? എന്ത് പറ്റി? ഞാൻ എന്റെ ജോലി രാജിവെക്കാൻ പോണം, അതിന്റെ ചെലവാണ്. ഇവിടെ ഓരോരുത്തന്മാര് ജോലി കിട്ടാൻ വേണ്ടി താമസിരിക്കുകയാണ്. ഞാൻ ജോലി നേടിയത് രഞ്ജുവിനെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ അവർക്ക് എന്നാണ് അതെന്താ ഒരു വളി വിട്ട ന്യായം? അതെന്തൊരു ന്യായം? അത് നാറേ ന്യായം. ഇവിടെ ഇത്രയും ജോലിയുള്ള ഒരു പയ്യന് യാതെങ്കിലും പൊട്ടൻ വേണ്ടെന്ന് പറയുവാണ്. അളിയ, ജോലിയല്ല പ്രശ്നം, ജാതിയാണ് പ്രശ്നം. ഇവിടെ ഓരോരുത്തരെ ജോലി കിട്ടിയ പയ്യന്മാരെ, നല്ല പയ്യന്മാരെ കാത്തിരിക്കാൻ നമ്മളെ ഏരിയയിൽ ഇവനെ പോലത്തെ ഒരു പയ്യൻ. അപ്പോഴാണ് ഓരോരുത്തന്മാര് ജാതി അതിന്റെ പേര് പറഞ്ഞത്. ഇവ അറിഞ്ഞാവും ഇന്ന ജാതിയിൽ അവൻ ജനിക്കുന്നു. ഇവിടെ ഇവനെ പോലെ നല്ലൊരു പയ്യൻ നമ്മളെ ഏരിയയിൽ ഉണ്ടാണ്. ഇവനൊക്കെ ഒരു മനുഷ്യനാണ്. ഇയാളൊക്കെ ചാവാൻ വേണ്ടി കാല് നീട്ടി ആ പെണ്ണിന് ബോധമില്ല. എന്തൊരു തേങ്ങ ആയാലും ഇന്ന് വൈകുന്നേരം അടിക്കാനുള്ള വഴിയായ കഷ്ടപ്പെടാ ഇവള് കുടിക്കാത്ത